ഇഷ്ടപ്പെട്ടോ? അവിടെ വെച്ച് അമ്മയ്ക്ക് ഇഷ്ടമാണ്. ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആപ്സ് ടെറസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ. ഇന്നാണെങ്കിലേ ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ കഴിഞ്ഞ സൺഡേ ആണ് നമ്മൾ പുറത്ത് പോയത്. പിന്നെ ഈ സൺഡേ ആണ് വെളിയിലോട്ട് പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വാക്കിങ്ങിനൊക്കെ പോകും, എന്നാലും നമ്മൾ വേറെ എവിടെയും പോകാറില്ലല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരമായി കേട്ടോ. സൺഡേ വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഇറങ്ങിയ മോള് ഉച്ചയൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇറങ്ങുക കേട്ടോ. ഇവിടെ മിക്കവാറും പുറത്ത് താമസിക്കുന്ന ഭൂരിഭാഗം എല്ലാ ആൾക്കാരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. എസ്പെഷ്യലി ആണെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ, അല്ലെങ്കിൽ ഓഫീസിൽ പോവുകയാണെങ്കിൽ ശരി, അവർക്ക് വീക്ക് ഡേയ്സിലെങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വീക്കെൻഡ് ആയിരിക്കും എല്ലാവരും പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇന്നലെ ശനിയാഴ്ച സാധാരണ പോകേണ്ടതാണ് വെളിയിലൊക്കെ. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഫുള്ള് റെസ്റ്റായിരുന്നു. അപ്പം അധികം കുക്കിംഗ് ഒന്നും ചെയ്യാതെ കുറേ മൂവിയൊക്കെ കണ്ടു തീർത്ത് അങ്ങനെ ഒരു ചിൽ ഡേ ആയിരുന്നു കേട്ടോ ഇന്നലെ. പക്ഷേ ഇന്ന് അത് പറ്റത്തില്ല. കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പ്രധാനമായിട്ട് കുറേ ഗ്രോസറീസും വെജിറ്റബിൾസും ഒക്കെ തീർന്നിരിക്കുകയാണേ. നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, ഞാൻ എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അറിയാം, ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 100 days. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അത് ഓഗസ്റ്റ് ഏകദേശം 8, 9 ഒക്കെ ആകുമ്പോഴത്തേക്ക് തീരും കേട്ടോ. അപ്പോൾ അത് തുടങ്ങിയ പിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ആണെങ്കിൽ ദേവുവിന് ഫസ്റ്റ് ഡേ ഇൻ സ്കൂളാണ്. അപ്പം സ്കൂളെന്ന് പറയുമ്പോൾ കിൻഡർ ഗാർഡൻ പോലെ പ്രീ സ്കൂൾ ഡേ കെയർ ആട്ടോ, അല്ലാതെ നോർമൽ സ്കൂളല്ല. അതിന് കുറച്ച് ഷോപ്പിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ US അത്ര ഈസി അല്ല കേട്ടോ സ്കൂൾ അഡ്മിഷനൊക്കെ. അതിനെപ്പറ്റി ഞാൻ ഷോർട്ടായിട്ട് ഈ ഷോപ്പിംഗ് ബ്ലോഗിൽ തന്നെ പറയാമേ. പിന്നെ അതുകൂടാതെ ഒരു കുട്ടി ഡിന്നറും കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇന്ന് തീർക്കാമെന്ന്. ഞങ്ങളാണെങ്കിലുണ്ടല്ലോ ഇവിടെ സ്ഥിരം ഇന്ത്യൻ ഗ്രോസറി വാങ്ങുന്നത് പട്ടേൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോറിലാണ്. ഞാൻ കുറേ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പോകുന്നതൊക്കെ കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇവർക്ക് ബ്രാഞ്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ സത്യത്തിൽ ഒരു 3-4 സ്റ്റോറിലൊക്കെ ഇതിന് മുന്നേ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചിലതൊന്നും വലിയ ഓർഗനൈസ്ഡ് നീറ്റൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോറാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അവിടെ തന്നെ പോകുന്നത്. പക്ഷെ വില കുറച്ച് കൂടുതലാണ് മറ്റ് സ്റ്റോറിനെ അപേക്ഷിച്ച്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഗ്രോസറീസ് ഒക്കെ കിട്ടും. പക്ഷെ ഫ്രൂട്ട്സ് മാത്രം അത്ര രസമില്ല കേട്ടോ. ഫ്രൂട്ട്സ് അത്ര ക്വാളിറ്റി ഒന്നും കൊള്ളത്തില്ല. പക്ഷേ എങ്കിൽ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നത് നമ്മൾ കോസ്കോയിലോ അല്ലെ സാധാരണ ഇവിടുത്തെ US സ്റ്റോഴ്സിലൊക്കെ വാങ്ങിക്കുന്നതാണ് നല്ലത്. പിന്നാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇത്രയും ഫ്രഷായിട്ട് മുരിങ്ങിക്ക ഈ ഇന്ത്യൻ സ്റ്റോറിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും നാൾ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടപ്പോൾ തന്നെ എടുത്തു കേട്ടോ. ഞാൻ മെയിനായിട്ടും ഒന്നെങ്കിൽ സാമ്പാർ, അല്ലെങ്കിൽ അവിയൽ, പിന്നെ അല്ലെങ്കിൽ ചെമ്മീൻ നമ്മുടെ കൊഞ്ച് കിട്ടുവാണെങ്കിൽ തീയൽ വെക്കാനൊക്കെയാണ് കൂടുതലായിട്ടും മുരിങ്ങയ്ക്ക യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഫ്രോസൺ ആണ് വാങ്ങിക്കാറ്. പക്ഷെ ഇപ്പോൾ ഫ്രഷ് കണ്ടുകൊണ്ട് അതങ്ങ് എടുത്തു കേട്ടോ. പിന്നെ എന്നെക്കാട്ടി നന്നായിട്ട് വെജിറ്റബിൾസ് ഒക്കെ സെലക്ട് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിനാണ് നല്ല കഴിവ് കേട്ടോ. ആള് നല്ല നോക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ ആൾക്ക്. പിന്നെ ഒരു 2-3 മാസം കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇപ്പോൾ ഹസ്ബൻഡ് വീക്ക് ഡേയിൽ വന്നിട്ട് ആൾ തന്നെ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീക്കെൻഡ് ഭയങ്കര തിരക്കാണ്. പക്ഷേ ഈ വീക്ക് ആൾക്കും കുറച്ച് ബിസിയായി ഓഫീസ് വർക്കൊക്കെ ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീക്കെൻഡ് വന്നത്. അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ്. പക്ഷെ ഇന്ന് ഞാൻ അത്ര തിരക്കൊന്നും കണ്ടില്ല, എന്താണെന്നറിയത്തില്ല. പിന്നെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ബേബി ക്യാരറ്റ് ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പോഴത്തേക്ക് ദേവുവിന് അത് വേണമെന്നും പറഞ്ഞ് അത് അവൾ എന്നെ കൊണ്ട് എടുപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഇത്രയും നാളായിട്ട് അവൾ അത് കഴിച്ചിട്ട് പോലും ഇല്ല. ജസ്റ്റ് അതെടുത്തോണ്ട് ഞാനാണ് അതെൻ്റെ ഡയറ്റിനകത്ത് കഴിക്കുന്നത്. പിന്നെ ഡയറ്റ് തുടങ്ങി പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേറൊരു സാധനമാണ് കുക്കുംബർ അല്ലെ ക്യൂക്കുംബർ. അതാണെങ്കിൽ ഇപ്പം ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് ഹസ്ബൻഡും അത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിരട്ടി ചിലവാകാൻ തുടങ്ങി ഇപ്പോൾ. പിന്നെ നമ്മളെപ്പോൾ ഇന്ത്യൻ സ്റ്റോറിൽ വന്നാലും ഫ്രൂട്ടി എടുക്കും കേട്ടോ.
ഒരെണ്ണം എടുക്കും. അത് മോക്കും ഇഷ്ടമാണ്. പക്ഷെ നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ആഴ്ചയിൽ ഒരിക്കലും ഒരു പ്രാവശ്യം അങ്ങനെ വാങ്ങിച്ചൊക്കെ കൊടുക്കും. പിന്നെ അതൊക്കെ എടുത്തിട്ടാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ നേരെ പോയതാണെങ്കിൽ ഈ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഉണ്ടല്ലോ അവിടെ തന്നെ അവർ കുക്ക് ചെയ്ത് വെക്കും കേട്ടോ. നല്ല കുക്കെന്ന് പറഞ്ഞാൽ ഹാഫ് കുക്ക്ഡ് ആണ്, നല്ല ചപ്പാത്തിയാണ്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി, നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ ചെറുത് ഒരെണ്ണത്തിനകത്ത് 6 എണ്ണം എങ്ങാണ്ടായിരുന്നു, അതിൽ 2 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ആണെങ്കിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആണെങ്കിൽ ഐറ്റംസ് ഒക്കെ ഭയങ്കര, നമുക്ക് ഇവിടെ വന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 100 ഗ്രാം 50 ഗ്രാം അങ്ങനൊന്നും ഇവിടെ കിട്ടത്തേ ഇല്ല. മിനിമം 1 കിലോ ആണ് ഇവിടെ ഉള്ളത്. 1 കിലോന്ന് മുകളിലോട്ടുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി കിട്ടാൻ ഭയങ്കര പാടാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഇവിടുന്ന് കസൂരി മേത്തി വാങ്ങി. അത് എനിക്കറിയത്തില്ല അത് എത്ര, 200 ഗ്രാമോ 300 ഗ്രാമോ, അല്ല 200 അല്ല 500 ഗ്രാം എങ്ങാണ്ടേ ഉള്ളായിരുന്നു കസൂരി മെത്തി. അത് വന്നിട്ട് ഞാൻ ഇതുവരെ അതിനൊരു 50 ഗ്രാം പോലും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നമ്മുടെ മീനൊക്കെ കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫ്രോസൺ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫ്രഷ് ഒന്നും കിട്ടും. ഫ്രഷ് കിട്ടും, ഇവിടുത്തെ ഫിഷസ് ഒക്കെ കിട്ടും, അതായത് സാൽമൺ പോലുള്ള ഫിഷസ് ഒക്കെ കിട്ടും. പക്ഷെ നമ്മുടെ ബാക്കി മത്തി അങ്ങനത്തെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ ഫ്രോസണിനകത്ത് എടുത്തത് കുഞ്ഞു മത്തി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു, പിന്നെ വലിയ ചെമ്പല്ലിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങി. അതും എനിക്ക് തോന്നുന്നു എത്ര കിലോ, 2-3 കിലോ ഒക്കെ വെച്ചിട്ടേ കിട്ടത്തുള്ളൂ കേട്ടോ. ചെറിയ ക്വാണ്ടിറ്റി ഒന്നും കിട്ടത്തില്ല. പിന്നെ അത് കാണാറുമില്ല ഇടയ്ക്കൊക്കെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അതങ്ങ് എടുക്കുവാണ്. പിന്നെ നമ്മൾ വാങ്ങിക്കാനുള്ള ഫ്രോസൺ ഐറ്റംസിൽ ഒന്നെന്ന് പറഞ്ഞാൽ മലബാർ പൊറോട്ടയ, അത് കുഴപ്പമില്ല. പിന്നെ സ്നാക്സിൽ കുമ്പളപ്പം കിട്ടും കേട്ടോ. അതല്ലാതെ ഞാൻ വേറെയും കുറേ സ്നാക്സ് നോക്കിയിട്ടുണ്ട്, എല്ലാം ഫെയിലായിട്ടുണ്ട്, ഒന്നും കൊള്ളത്തില്ല. ആകെ കുമ്പളപ്പം മാത്രമേ നന്നായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഒരു എല്ലാ ചില്ലറ ഇതൊക്കെ ഷോപ്പിംഗ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ബില്ല് അടയ്ക്കുന്ന സമയത്താണ് മേളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ടിരുന്ന ഈ കുടയൊക്കെ ശ്രദ്ധിച്ചത്. നല്ല രസമല്ലേ കാണാൻ. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ബില്ലൊക്കെ കണ്ടിട്ടാണ് ചിരിക്കുന്നത്. ഏകദേശം ഒരു 160-120 എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓരോ ദിവസം കഴിയുമ്പോഴും അവിടുത്തെ വില കൂടുന്നല്ലാതെ കുറയുന്ന ലക്ഷണമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ ട്രംപ് മാമനാണെങ്കിൽ 25% ടാക്സ് കൂട്ടുക എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതിലും കൂടാനേ സാധ്യതയുള്ളൂ. അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ. ഞങ്ങൾ പോയിട്ടുള്ള ആ സ്റ്റോറിലെ പട്ടേൽ ബ്രദേഴ്സിന് തൊട്ടടുത്ത് തന്നെ ബർലിംഗ്ടൺ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ദേവുവിന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, സ്കൂൾ ഷോപ്പിംഗ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബർലിംഗ്ടണ് നമ്മുടെ അമേരിക്കയിലെ സാധാരണക്കാരുടെ കടയാണ് കേട്ടോ. നമ്മൾ വളരെ സാധാരണക്കാരുടെ കടയാണ്. അപ്പോൾ അവിടെ നേരെ നമ്മൾ പോയത് കിഡ്സ് സെക്ഷനിലാണ്. ദേവുവിന് ഡ്രസ്സസ് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. കുറേ ഡ്രസ്സസ് എല്ലാം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാം ചെറുതായി കേട്ടോ. അവൾക്ക് നീളം വെച്ച് വരിക, അതുകൊണ്ട് എല്ലാ ഡ്രസ്സും ചെറുതായി. അപ്പോൾ കുറച്ച് അധികം ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നേ. അവിടെ വരെ ഇനി നടക്കണം നമ്മൾ. വാ. ഇത് ഡ്രസ്സസ് നല്ല രസമുണ്ട്. ഫസ്റ്റ് ഡേ സ്കൂളിൽ ഏതാ ഡ്രസ്സാ ഇടുന്നേ? നിക്ക് അവിടെ വെക്ക്, നോക്കട്ടെ. വെച്ച് വെക്ക്. ഇതിങ്ങനെ ഇടാ. ദേവ് നോക്ക്, എല്ലാം കൂടെ പറക്കി ഇടുക ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ. മോൻ നമ്മൾ നോക്കിയിട്ട് ബ്ലൂയുടെ അത് അത്ര രസമില്ല മോനെ. ഏതാ? അത് കൊള്ളാം, പക്ഷെ അത് ഇട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ. അത് 6 വയസ്സിൻ്റെ, അത് 6. 5 നോക്ക്, 5 നോക്ക്, 5-4 നോക്ക്. കണ്ടോ, ഈ
അങ്ങനെ കുറച്ചേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് എന്താ പറയുന്നത് ഈ ചെരുപ്പിൻ്റെയൊക്കെ സെക്ഷനാണ്. പിന്നെ ഞാൻ പറയുന്നായിരുന്നല്ലോ ഇവളുടെ സ്കൂളിൻ്റെ കാര്യം. അപ്പം അത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അവൾക്ക് ക്ലാസ്സിൽ പോയി ടീച്ചറിനെ മീറ്റ് ചെയ്യണം. ആ ഒരു ദിവസം പോയാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ഓഗസ്റ്റ് മിഡൊക്കെ ആകുമ്പോഴേ അവർക്ക് ക്ലാസ് ആയിട്ട് തുടങ്ങത്തുള്ളൂ. ക്ലാസ് എന്നൊന്നും ഇല്ല ഇവിടെ, ഇത് പ്ലേ സ്കൂളാണ്. പ്രത്യേകിച്ച് ക്ലാസ് ഒന്നുമില്ല ഇവിടെ. 4 വയസ്സ് തികഞ്ഞാൽ മാത്രമേ സ്കൂൾ പർട്ടിക്കുലർ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള സ്കൂളിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇവർക്ക് 4 വയസ്സ് കംപ്ലീറ്റ് ആണ്. അവൾക്ക് അടുത്ത വർഷം 2026 സെപ്റ്റംബർ ഓഗസ്റ്റ് തൊട്ടേ സ്കൂളിങ് തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ വിടുന്നത് പ്രീ സ്കൂളാണ് കേട്ടോ. അപ്പോൾ പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അംഗൻവാടിയൊക്കെ പോലെ ഒരു സ്കൂളാണ്. അപ്പം ആഴ്ച 2 ദിവസം നമുക്ക് സെലക്ട് ചെയ്യാം. ആഴ്ച 2 ദിവസം വേണോ, ആഴ്ചയിൽ 5 ദിവസം വേണോ എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞങ്ങൾ 2 ദിവസമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അച്ഛനും അമ്മയും 2 പേരും വർക്കിംഗ് ആണെങ്കിൽ മിക്കവാറും എല്ലാവരും പ്രീ സ്കൂളിൽ വിടാറുള്ളൂ പൊതുവെ. അല്ലാത്തവരാരും വിടാറില്ല. കാരണം ഇത് നമ്മൾ എന്താ പറയുക പേ ചെയ്യണം, നമുക്ക് മന്ത്ലി പേ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതേസമയം 4 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സ്കൂളിങ്ങും ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാറുള്ളൂ. ഇപ്പം ഹൗസ് വൈഫ് ആണെങ്കിൽ പൊതുവെ ആൾക്കാർ അങ്ങനെ വിടാറില്ല കുട്ടികളെ സ്കൂളിലോട്ട്. കാരണം പേ ചെയ്യേണ്ട വരും നമ്മൾ അതിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മളെ വിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവള് ഭയങ്കരമായിട്ട് ബോറടിക്കുക വീട്ടിലിരുന്ന്. അപ്പം ഇടയ്ക്ക് 2 ദിവസം പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വിടുക കേട്ടോ. അപ്പോൾ പൊതുവേ അങ്ങനെ വിടാറില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫാമിലി ആണെങ്കിലും അവർ 4 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് സ്കൂളിൽ ചേർത്ത് തുടങ്ങിയത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് സ്കൂളിൽ ചേരാൻ പോവുകയാണ് ദേവുവിൻ്റെ ഫസ്റ്റ് സ്കൂൾ ഡേ ഒക്കെ എനിക്ക് പറ്റുവാണെങ്കിൽ എങ്ങനെയായിരുന്നു തീരുമെന്ന് അറിയത്തില്ല. പറ്റുമെങ്കിൽ ഞാനത് ഷൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ദേവുവിനാണ് കുറച്ച് ഷൂസൊക്കെ വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അയ്യോ ട്രോളി എടുത്ത് ഇടുന്നുണ്ട് ഇടി കല്ലിപ്പന്നെ. എന്താ പറഞ്ഞ ചെരുപ്പ് ഇഷ്ടപ്പെട്ടോ? കുട്ടികളുടെ ചെരുപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലുള്ള ടൈപ്പൊക്കെ തന്നെ കേട്ടോ. വലിയ അടുക്കും ചിട്ടയൊന്നും പ്രതീക്ഷിക്കണ്ട. ഇവിടെ ഇങ്ങനത്തെ ഇതൊക്കെ കേട്ടോ. നല്ല രസമല്ലേ ഈ പൂവൊക്കെ? എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. പക്ഷെ ഇതൊന്നും ഇത് കണ്ട് ഹീലുള്ളതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല കൊച്ചു കുട്ടികൾക്ക്. പക്ഷെ അങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ട്. ഷൂ ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ ഈ ടൈപ്പ് ഷൂ, ഇങ്ങനത്തെ ഇത്, അങ്ങനെ കുറേ ഉണ്ട് വെറൈറ്റി. ഇത് കണ്ട ഇത് നല്ല രസമല്ലേ? നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് ഇവിടെ. ഉണ്ടോ ഉണ്ടോ? അയ്യോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ കൊച്ചിലേ ഉള്ള കാർട്ടൂൺ നെറ്റ്വർക്കിലുള്ള ക്യാരക്ടേഴ്സായിരുന്നു. ഇതിൻ്റെ പേര് എന്തോ പവർ ഗേൾസ്. പേര് പവർ പഫ് ഗേൾസ്. അത് തന്നെ, അതിൻ്റെ ഉണ്ട് കേട്ടോ. ദേവനിപ്പോൾ എടുത്തേക്കുന്നതും പവർ പഫ് കണ്ടോ എങ്ങനെയുണ്ട്? ഇത് കറക്റ്റാണ്. അങ്ങനെ ഞങ്ങൾ കിച്ചൻ്റെ സൈഡിൽ ചുമ്മാ വന്ന് കയറി കേട്ടോ ഇപ്പം നോക്കാനായിട്ട്. ഇത് കണ്ടോ, ഇത് എഗ് ട്രേ ആണ്. 3 സെറ്റ് എഗ്ഗ്. 1 2 3 4 5 5 10 30 എഗ്ഗ് വെക്കാൻ പറ്റും. നല്ല രസമല്ലേ? അങ്ങനെ കുറേ ഇതുപോലെ സ്പൈസസ്. പിന്നെ ഈ പോപ്സുകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ കുറേ ഇവിടെ ഉണ്ട്. അത് നാട്ടിലും ഉണ്ട്. അത് നല്ല രസമുണ്ട്. പിന്നെ കപ്പ് ഉണ്ടോ, കുറേ വെറൈറ്റി കപ്സ് ഉണ്ട്. ഇത് നല്ല രസമല്ലേ? ഇതൊരു ബേസിക്കലി ഇവിടെ ഉണ്ടമ്മ. അഞ്ഞോ അയ്യോ എല്ലായിടത്തും നോക്കിയോ എൻ്റെ ജയകുട്ടി അമ്മ? അയ്യോ അഞ്ഞോ കരയുന്ന എന്തിനാ? അവിടെ വച്ചേരത്. ഇത് മയോണൈസ് ഒക്കെ വെക്കുന്നതല്ലേ? കെച്ചപ്പ്, മയോണൈസ്, മസ്റ്റാർഡ് സോസ് ഒക്കെ വെക്കുന്നുണ്ടോ? ഇപ്പൊ വരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോയത് കിച്ചന്റെ സെക്ഷനിലാണ്.
അവിടെ കുറേ കണ്ടു, പക്ഷെ ഒന്നും എനിക്ക് എടുക്കാൻ തക്ക പോലെ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് നേരെ ഞങ്ങൾ ഹലോവിൻ്റെ ഡെക്കറേഷൻസ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്, അതിന് പോയതാണ്. ഇവിടെ ആണെങ്കിലുണ്ടല്ലോ ഈ ഹലോവിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ ഇവിടെ അധികം സെലിബ്രേഷൻസ് വളരെ കുറവാണ്. ആകെ മെയിൻ സെലിബ്രേഷൻ വരുന്ന ഹലോവീന്, പിന്നെ ക്രിസ്മസ്, പിന്നെ ന്യൂ ഇയർ. അപ്പോൾ അത് വരണമെങ്കിൽ തന്നെ നമ്മൾ ഒക്ടോബർ വരെ കാത്തിരിക്കണം. ഒക്ടോബറിൽ ഹലോവീൻ വരും, പിന്നെ ഡിസംബറിൽ ക്രിസ്മസ്, പിന്നെ ജനുവരി 1-ന് ന്യൂ ഇയറിൽ. അങ്ങനെ ഞങ്ങൾ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇനി ഹലോവീൻ വരുന്ന ഒരു സമയം. അപ്പോൾ ഭയങ്കര ആഘോഷമായിരിക്കും ഇവിടെ എല്ലായിടത്തും. അപ്പോൾ അതിൻ്റെ കുറേ ഡെക്കറേഷനൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, കാരണം ഇവിടെ വേറെ അല്ലാതെ ഒരു ഉത്സവമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ ഹൊറർ ഐറ്റംസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടൊക്കെ അങ്ങോട്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ. അങ്ങനെ ഒരുങ്ങുന്ന സാധനമായിട്ട് പോകുന്ന എൻ്റെ ഭർത്താവ് എന്നാ വീട്ടിൽ പോയിട്ട് അങ്ങനെ രാവിലെ അല്ലല്ലോ, വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങിയത്. ഇപ്പം സമയം 8-8:30 കഴിഞ്ഞു കേട്ടോ. നല്ല വിശപ്പാണ്. അപ്പോൾ നമ്മൾ രാത്രി ഡിന്നറ് ഒരു ചൂയിസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടുത്തെ അടിപൊളി റെസ്റ്റോറൻ്റാണ്, മെക്സിക്കൻ ഫുഡാണ്. അപ്പം ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ഭയങ്കര എന്താ പറയുക, കാശോ അങ്ങനെയൊന്നും ആവത്തില്ല. വളരെ അഫോർഡബിൾ, പക്ഷെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഫുഡാണ്. ടേസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല, നല്ല ഫുഡ് ഹെൽത്തിയും ആയിരിക്കും കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ഒരു റെസ്റ്റോറൻറ്റ് ഇതാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഇവിടുത്തെ വൈബ് അടിപൊളിയാണ്. നല്ല ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ തന്നെ എടുക്കാനായിട്ട് കുറേ ഉണ്ട്. അത്രയ്ക്ക് നല്ല രസമാണ് അവരിങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തേക്കുന്നത് കാണാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത്, ഞാൻ ഇവിടുന്ന് ടാക്സ് ആണ് ഓർഡർ ചെയ്തത്, പ്രോൺസിൻ്റെ. ഹസ്ബൻഡ് എങ്കിൽ ബറിറ്റോസോ എന്തോ അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. അതെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ജ്യൂസ് അങ്ങനെ എന്തോ വേണേലും നമുക്ക് വാങ്ങിക്കാം. ഞങ്ങളിത് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വ്ളോഗിൽ നമുക്ക് കാണാം കേട്ടോ. ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.